ഈ എല്ലാം വിറകെടുപ്പിലാണെന്ന് അത് അകത്താണോ? ഇതിനകത്ത് മാത്രമേ ഉള്ളൂ ഗ്യാസ്. ബോർഡ് വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഇവിടെയുള്ള എല്ലാവർക്കും ഈ കട അറിയാം. 85 വർഷത്തെ പാരമ്പര്യം അല്ലേ? ഊണഴിക്കുന്ന മരം കാറ്റാവണി. ഇത് ബീഫ് ഫ്രൈ ആണ്. അടിപൊളി. എൻ്റെ കളർ കണ്ടതിനെ കഴിക്കാൻ തോന്നുന്നു. അത് ചൂട് ബോണ്ടയും ചൂട് പഴംപൊരിയൊക്കെ അല്ല. ടേസ്റ്റിനെ പറ്റി എനിക്ക് പറയാനൊന്നുമില്ല. ഇതാണ് തോരൻ, അല്ലാതെ നമ്മൾ കാണുന്നതല്ല തോരൻ. പലയിടത്തും ചിക്കൻ തോരൻ എന്ന് പറഞ്ഞിട്ട് പേട്ടിങ് വെച്ചേക്കും. നമ്മുടെ പോലുള്ള കോമൺ മാന് താങ്ങാൻ പറ്റുന്ന ബഡ്ജറ്റ്, സ്വാദിഷ്ടമായ ഭക്ഷണം, അതൊക്കെയാണ് ഈ ജമീല ഹോട്ടലിൻ്റെ. നേരത്തെ ഉമ്മ ഹോട്ടൽ എന്ന് പറഞ്ഞാൽ ഉമ്മ ഹോട്ടൽ. നമസ്കാരം. ഇത് ആറ്റിങ്ങൽ TB ജംഗ്ഷനിലുള്ള ജമീല ഹോട്ടലാണ്. പഴയ ഉമ്മ ഹോട്ടലെന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇപ്പോൾ ഉമ്മ ഉണ്ടോ? എപ്പോഴും ഉണ്ട്. ഇന്ന് സ്ഥലത്തില്ല. അപ്പോൾ ഉഴുതപ്പെട്ട എല്ലാവരും വന്ന് ഭക്ഷണം കഴിക്കുന്ന ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വൈകുന്നേരം 4 മണിക്കും പൊരിച്ച മീനും ഊണും കിട്ടും. അതാണ് പ്രത്യേകത. 9 മണി വരെ കിട്ടും. ഈ പൊരിച്ച മീനും ചോറും കിട്ടും അല്ലേ? അത് ചുമ്മാ അല്ല ആൾക്കാർ ഇങ്ങോട്ട് വരണത്. 9 മണി വരെ. ചേട്ടനാണ് ഇപ്പോൾ ജമീല ഹോട്ടലിൻ്റെ മാനേജരും മുതലാളിയൊക്കെ ചേട്ടനാണ്. പരിപാടി കേട്ടോ. കടിയും ഒരുപാട് പോകില്ല ഇവിടെ. 6-7 ഐറ്റം കടിയുണ്ട്. കടിയും ചായയും. ഞാൻ പറയും പോലെ ഒരു നമ്മളെ പോലുള്ള ഒരു കോമൺ മാന് താങ്ങാൻ പറ്റുന്ന ബഡ്ജറ്റ്, സ്വാദിഷ്ടമായ ഭക്ഷണം, അതൊക്കെയാണ് ഈ ജമീല ഹോട്ടലിൻ്റെ. ബോർഡ് പോലും വച്ചിട്ടില്ല. പുട്ടാൻ തട്ടുകിട്ടാന്നാണ് വെച്ചിട്ടുള്ളത്. ബോർഡ് വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഇവിടെയുള്ള എല്ലാവർക്കും ഈ കട അറിയാം. 85 വർഷത്തെ പാരമ്പര്യം അല്ലേ? അന്നും ഇങ്ങനെ തന്നെയാണ് രൂപം കുറച്ച് മാറ്റി വന്ന് കുറച്ചുകൂടെ വ്യത്യാസം വരുത്തി. പക്ഷേ എല്ലാവർക്കും അറിയാം. ഒരു പക്ഷേ അപ്പുറത്തും ദൂരത്തുനിന്ന് ഒരാൾക്കാർ വന്ന് ഭക്ഷണം കഴിക്കുന്ന സ്ഥലമാണ് ഈ പറയും. വന്നിട്ടാണ് ഈ സാധനം വാങ്ങിച്ചുകൊണ്ട് പോകുന്നത്. കൊല്ലത്ത് നിന്നിട്ടാ ബോണ്ട വാങ്ങിക്കാനായിട്ട്. അത്ര സ്പെഷ്യലാണോ ബോണ്ട? ആണോ? കുറച്ച് ചേട്ടാ കഴിച്ചു നോക്കാം എന്തായാലും. ചേട്ടാ ഇവിടെ ഞാൻ കേട്ടതെന്ന് വെച്ചാൽ ഈ എല്ലാം വിറകെടുപ്പിലാണെന്ന്. അത് അകത്താണോ? ഇതിനകത്ത് മാത്രമേ ഉള്ളൂ ഗ്യാസ്. ഓ, ഇവിടെ മാത്രമേ ഈ കടി ഉണ്ടാക്കിടത്ത് മാത്രമേ ഗ്യാസ് ഉള്ളൂ. ബാക്കിയെല്ലാം ചായ, ബാക്കിയെല്ലാം വിറകെടുപ്പാണ്. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത. എല്ലാം വിറകെടുപ്പിലാണ്. ഇതിലെന്താ കിടക്കുന്നത്? ഓ, ഓക്കെ. ഇതൊക്കെയോ? ഇത് ബീഫ് ഫ്രൈ അല്ലേ? ഇത് ബീഫ് ഫ്രൈ ആണ്. അടിപൊളി. എൻ്റെ കളർ കണ്ടാൽ തന്നെ കഴിക്കാൻ തോന്നുന്നു. വിറകടുപ്പിലാകുമ്പം സ്ലോ കുക്കായിരിക്കും. പതുക്കെ ഇത് എന്ത് വരുന്ന സാധനമാണ്. പിന്നെ ഇതൊക്കെ എന്താ ചേട്ടാ? ചിക്കൻ ചില്ലി, ചിക്കൻ തോരൻ. ഇതാണ് തോരൻ, അല്ലാതെ നമ്മൾ കാണുന്നതല്ല തോരൻ. പലയിടത്തും ചിക്കൻ തോരൻ എന്ന് പറഞ്ഞിട്ട് പുരട്ടിയൊക്കെ വെച്ചേക്കും. പക്ഷെ ഇതാണ് തോരൻ. ഗ്രേവില്ലേ? ഞാൻ ഈ ചിക്കൻ തോരൻ കഴിക്കാൻ പലയിടത്തും പോയിട്ടുണ്ട്. എല്ലായിടത്തും ഒരു എന്താ പറയുക, ഒന്ന് പെരട്ടി വെച്ചിരിക്കുന്ന സാധനം, പെരട്ടെന്ന് പറഞ്ഞ സാധനമാണ് ചിക്കൻ തോരനായിട്ട് നമുക്ക് തരണത്. ചേച്ചി ഇവിടുത്തെ ജീവനക്കാരിയാണ്. അതെ. ആ, ശരി. ഒരാളും കൂടെ ഉണ്ട്. അത് വയ്യാതെ കിടക്കുന്നു, പനിയായിട്ട്. ഓ, ശരി. ഓക്കെ. മൊത്തം എത്ര ജീവനക്കാരുണ്ട് ഇവിടെ? ഇവിടെ 3 പെണ്ണുങ്ങളെ ഉള്ളു. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ വന്നപ്പോൾ 3 മണി ആയിപ്പോയി. കുറച്ച് നേരത്തെ വന്നെങ്കിൽ നല്ല തിരക്കായിരുന്നു അല്ലേ? നമ്മൾ വന്നപ്പോൾ എത്ര ലേറ്റായി. നമുക്ക് 1-2-3 വാർത്ത വേറെ ഉണ്ടായിരുന്നു. അതാണ് ലേറ്റായി പോയത്. ചേട്ടാ, സ്ഥിരം ഇവിടെ നിന്നാണ് കഴിക്കുന്നത്? അല്ല, ഇപ്പം യാദൃശ്ചിയായിട്ട് വന്നതാണോ? കയറിയതാണ്. ചേട്ടനും പലപ്പോഴും കയറുന്ന കടയാണ് അല്ലേ? ഭക്ഷണം എങ്ങനെയുണ്ട്? നല്ല ഭക്ഷണമാണ്. ജമീല ഹോട്ടലിലൊക്കെ സ്ഥിരം വരുന്ന ആൾക്കാരാണല്ലേ? ഇവിടെ ആർക്കൈവിയുടെ സ്റ്റാഫാണല്ലേ? ഊണ് കഴിക്കുന്ന വരും, കാച്ചാവടിക്കുന്ന വരും. അപ്പൊ ഇന്ന് ഊണ് കഴിച്ചില്ലേ? മണി 2:30 അല്ല, ചൂട് ബോണ്ടയും ചൂട് പഴംപൊരിയൊക്കെ ഉണ്ട്.
അല്ല ടേസ്റ്റിനെ പറ്റി ഇപ്പം എനിക്ക് പറയാനൊന്നുമില്ല. ടേസ്റ്റൊക്കെ നമ്മൾ നമ്മൾ അല്ലെങ്കിൽ അവിടെയൊക്കെ കടയുണ്ടല്ലോ. ആ സ്ഥിരം കടയുണ്ട്. ശരി. നേരത്തെ ആണെങ്കിൽ ഉമ്മ ഹോട്ടൽ എന്ന് പറഞ്ഞാലേ ഉമ്മ ഹോട്ടൽ. ഉമ്മയുടെ പേരാണോ ജമീല? ആ ശരി 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 ശരി.